സുന്ദരി, എത്ര നേരം കൊണ്ട് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ? ധൃതി പിടിക്കല്ലേ എന്റെ പൊന്നെ, ദാ വരുന്നു. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ നീ വരുമെന്ന് പോലും. വിശ്വ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. അതെയോ? നിന്റെ ഇതുകൊണ്ടാണ് ഞങ്ങളെപ്പോലത്തെ പെൺപിള്ളേർക്ക് ടൈം എടുക്കുന്നത് റെഡിയാവാൻ. ഇതൊരിക്കലും നിന്നെ പോലത്തെ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ സുന്ദരികളായിട്ടുള്ള ഭാര്യമാരെ ചൊന്ന കെട്ടിയവന്മാർക്ക് എന്താണേലും മനസ്സിലാവും. ശരി ശരി ശരി, വാ വാ. എവിടെ? വാ പറയാന്ന്. ആദ്യം നീ ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. ആദ്യം ഞാനേ പറയത്തുള്ളൂ. ആദ്യം എന്റെ സർപ്രൈസാ. ആദ്യം ഞാൻ സർപ്രൈസ് ചെയ്യാം. ആദ്യം ഞാനേ പറയുള്ളൂ. അടങ്ങത്തില്ലല്ലേ നീ? അടങ്ങാൻ ഇപ്പൊ സൗകര്യമില്ല. ഇപ്പൊ ഓക്കെ. റെഡിയല്ലേ? ഒരു മിനിറ്റ്. നീ റെഡിയാണെങ്കിൽ ഞാൻ പൊട്ടിക്കട്ടെ? 3, 2, 1 ഗോ. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഇപ്പൊ പൊട്ടിക്കോളും. എന്നങ്ങനെ തീരുവത്? ഇത് പൊട്ടുന്നില്ല വിശ്വ. അച്ചോ, കുഴപ്പമില്ല, വാ. Okay, ready? ഹാപ്പി ആനിവേഴ്സറി സുന്ദരി. ഹാപ്പി ആനിവേഴ്സറി വിശ്വ. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. എന്ത്? എന്റെ സർപ്രൈസ് ഓക്കെ ആണെന്നോ? അപ്പൊ നിന്റെ സർപ്രൈസും ഓക്കെ ഉള്ളൂ. എന്റെ സർപ്രൈസ് ഓക്കെ ആണോ? മേഡം വിശ്വസുന്ദരി അവർകളെ, will you please make my universe more beautiful? Yes. എല്ലാവരും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. നമ്മളെ നോക്ക്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻഗേജ്മെന്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ വളരെ സ്പെഷ്യലാണ് വിശ്വ, അതുകൊണ്ടാണ്. ശരി, സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒത്തിരി ഇഷ്ടായി. നിന്റെ മുഖം കണ്ടില്ലേ? നിക്കാൻ കാണിച്ചുതരാം. വിശ്വ വേണ്ട വിശ്വ. വിശ്വ എനിക്ക് റെഡിയാൻ പോകാൻ ഒരുപാട് സമയം എടുത്തത്. വേണ്ട, പറയുന്നേക്ക് പ്ലീസ്. അങ്ങനെ
വിശ്വ ആ, വേണ്ട വിശ്വ ഞാൻ പറയുന്നേക്ക് കേൾക്കത്തേയില്ല. വിശ്വ. വിശ്വ 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 വേണ്ട വിശ്വ എന്റെ ദൈവത്തെ മാത്രം പറയുന്നേക്ക് അടിക്കാതെ വേണ്ട നിനക്ക്, വിശ്വ എന്റെ കണ്ണിലടിച്ചു വിശ്വ. അയ്യോ സോറി 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 ഐ ആം സോ സോറി സുന്ദരി സോറി. ഇറ്റ്സ് ഓക്കേ, sorry. എനിക്ക് ഒരു കുഴപ്പമില്ല, ഐ എം ഫൈൻ. കണ്ണിൽ വീഴുന്ന ആലോചിച്ചില്ല സുന്ദരി. സത്യമായിട്ട് ഞാൻ വേണമെന്ന് ചെയ്തല്ല. ഷേ എപ്പോഴും അല്ല. ഇങ്ങനെയൊക്കെ തന്നെയാ. ഐ നോ നീ വേണമെന്ന് വെച്ചാലാ ചെയ്തെന്ന്. ദേ കണ്ടില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. കാം ഡൗൺ. ഒന്ന് ചിരിച്ചേ. ഐ ആം റിയലി സോറി സുന്ദരി. എന്താ വീണ്ടും പറയുന്നത്? അന്ന് കാറിൽ അങ്ങനെ നടക്കാനേ പാടില്ലായിരുന്നു. ഞാനും ആവശ്യമില്ലാതെ. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ് സുന്ദരി. എന്നെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അവമാനമായിട്ട് തോന്നുന്നു. വിശ്വ, അമ്മ എപ്പോഴും എന്നോടൊരു വാക്ക് പറയുമായിരുന്നു, മനുഷ്യരായ ഉറപ്പായും അവർക്ക് തെറ്റ് പറ്റുമെന്ന്. അങ്ങനെയല്ല സുന്ദരി. പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് വിശ്വ. അന്ന് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ബട്ട് യു നോ വാട്ട്, ദാറ്റ് ഹാസന്റ് ചേഞ്ച്ഡ് എനിത്തിങ് ബിറ്റ്വീൻ us. അതിനു മുമ്പ് നീ എനിക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റില് ഞാനും അതുപോലെയല്ലേ റിയാക്ട് ചെയ്തത്. നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഇന്നലെ നീ വളരെ സമാധാനമായിട്ട് റിയാക്ട് ചെയ്തു. ഇപ്പൊ ഇത് എന്റെ ടേൺ ആണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല വിശ്വ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി നീ അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കല്ലേ. നാളെ എനിക്ക് ഇതുപോലെ ഒരു തെറ്റ് പറ്റിയ നീ എന്നെ ഇതുപോലെ മനസ്സിലാക്കി ക്ഷമിച്ചേക്ക്. റിലേഷൻഷിപ്പിൽ വഴക്കുണ്ടാവുന്നത് കോമണാ വിശ്വ. അതാണ് അതിന്റെ ഭംഗിയും അലങ്കാരവും. We fight, we fix, and we stay. ഐ ആം സോറി സുന്ദരി. എന്റെ പൊന്നെ, ഈ സോറി പറച്ചിലൊന്ന് നിർത്ത്. ഞാനിതൊക്കെ അപ്പോഴേ മറന്നതാ. നീ അതൊന്നും മറന്നു കളഞ്ഞേക്ക്. ഇന്ന് നമ്മുടെ ആനിവേഴ്സറിയോ വിശ്വ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഇനി ഒരിക്കലും നിന്റെ മേലെ ഞാൻ കൈവക്കത്തില്ല. ഐ പ്രോമിസ്. ഭ്രാന്തൻ. ഐ നോ. വിശ്വ, നെക്സ്റ്റ് ടൈം എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ വരാം വിശ്വ. ഈ സ്ഥലം നല്ല പീസ്ഫുൾ ആണല്ലേ. വേറെ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞ പോലും നമ്മൾ ഇവിടെ അല്ലേ വരുവുള്ളായിരുന്നു. കാരണം ഇവിടെ കളിക്കാൻ നല്ല രസമുണ്ടല്ലേ. ഓ ഓ അയ്യോ. വിശ്വ, എനിക്ക് ഒരു തവണ പോലും ബാസ്കറ്റിൽ വീണില്ല.
ബാസ്ക്കറ്റിൽ ഒരു തവണ പോലും വീഴുന്നില്ല. അയ്യോ, നിക്ക്, ഞാൻ വരാം. ബോളെടുക്ക, ഇങ്ങനെ പിടിക്കേ, ഇങ്ങനെ പിടിക്കേ. ഇപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ബോൾ ഇങ്ങനെ റോൾ ചെയ്, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ. ഇപ്പൊ വീട് നോക്കൂ. വീണല്ലോ. രണ്ട് കിലോ കൂടിയതുപോലെ ഉണ്ടല്ലോ. നിന്നോടുള്ള പ്രേമവും കൂടിയിരിക്കല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഓ, അങ്ങനെ. വിശ്വ, നീ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങ് ചിന്തിച്ചു കൂട്ടുമല്ലേ? എന്താ ചെയ്യാൻ പറയുന്നേ? ചെറുപ്രായത്തോട്ട് എനിക്ക് അമ്മയില്ലായിരുന്നല്ലോ. നല്ലത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ആലോചിക്കുമായിരുന്നു. നിന്നോടൊരു കാര്യം പറയട്ടെ? എൻ്റെ പൊന്നുമുള്ള സുന്ദരി, നീ ക്ലാസ് എടുക്കുന്നത് നിർത്തുവോ? നീ റാൻഡമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞേ. ഐ മീൻ, അതെന്താണെങ്കിലും സാരമില്ല. ഇപ്പം ഈ ബാസ്കറ്റ് ബോളില്ലേ, ഞാൻ അവിടെ ഇരുന്ന് എയിം ചെയ്യുമ്പോണ്ടല്ലോ, ഇത് ആ ബാസ്ക്കറ്റിനകത്ത് വീഴുവോ ഇല്ലയോ എന്ന് 100 പ്രാവശ്യം ആലോചിച്ച് ഞാൻ ടെൻഷൻ അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു പക്ഷെ വീണ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നമുക്ക് പോയിന്റ് കിട്ടും, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ വീണില്ലെങ്കിലോ? നമുക്ക് പോയിന്റ് കിട്ടത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ട്രൈ ചെയ്യും. ഓക്കെ, സോ യു നോ ഈ 2 കേസസിലും എന്താ ചെയ്യേണ്ടതെന്ന്, റൈറ്റ്? അതായത് ബാസ്ക്കറ്റിൽ വീണ നീ വളരെ ഹാപ്പി ആവും, ബാസ്ക്കറ്റിൽ വീണില്ലെങ്കിൽ നീ വീണ്ടും ട്രൈ ചെയ്യും, അല്ലേ? So you're actually prepared for both the cases, the best case and the worst case. ശരിയല്ലേ? അപ്പൊ എന്തിനാ ടെൻഷൻ ആവുന്നേ? എല്ലാം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് വിശ്വ. ഡോണ്ട് വറി. ഇപ്പൊ നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് I think I can come over it. Hey, good job. സുന്ദരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നീ ഉണ്ടല്ലോ, ആദ്യത്തെ 5 മിനിറ്റ് എന്നെ ഹൊറർ പടം കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് റൊമാൻറ്റിക് പടമായിട്ടങ്ങ് മാറി. എന്തിനാ സുന്ദരി? പെമ്പിള്ളേർ എങ്ങനെയാ വിശ്വ? ആരോ അത്ര പെട്ടെന്ന് അടുക്കാതിരിക്കാൻ അവരുടെ മനസ്സിന് ചുറ്റും ഒരു വേലി കെട്ടിവെക്കും. ആർക്കാണോ അവരെ ആവശ്യമുള്ളത് അവരാ വേലി കടന്നിട്ട് വേണം വരാൻ. നൈസ്. അതിരിക്കട്ടെ, നീ എന്തിനാ ആദ്യത്തെ 5 മാസം ഹാപ്പി ആയിരുന്നിട്ട് ഞാൻ ഒരുപാട് അങ്ങ് അടുത്തു കഴിഞ്ഞപ്പോ നിന്റെ സങ്കടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ്? ആമ്പിള്ളേരങ്ങനെയാ സുന്ദരി. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ എല്ലാ ഇമോഷൻസ് വെളിയിൽ കാണിക്കത്തില്ല. പക്ഷെ ഒരു പ്രാവശ്യം ചായാനായിട്ടൊരു തോള് കിട്ടിയുണ്ടല്ലോ, ഞങ്ങൾക്ക് വിശ്വാസം വന്നാൽ ബ്രേക്ക് ഡൗൺ ആവും.
നമ്മുടെ കാര്യത്തിലും അങ്ങനെ നടന്നത്. എൻ്റെ സ്വന്തമാണെന്ന് തോന്നി, ഐ ആം ഓൾ യുവേഴ്സ് എന്ന് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ വേദനയില്ല നിന്നോട് ഞാൻ പറഞ്ഞത്. ബട്ട് ഐ ആം സോ സോറി ഫോർ ദ പെയിൻ ഐ കോസ്. ഐ ആം ഓൾസോ സോറി ഫോർ ദ ഹൊറർ മൂവി. ഇറ്റ്സ് ഓക്കെ. Cheers. Cheers. It's our anniversary too. Let's celebrate. Okay. Hey. Are you okay, Vishwa? I am all okay. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്ന തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൽ നെഞ്ചും വെച്ച് ചേരുന്നൊരു നേരം. Hey, chick chaka 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 cha. Hey, chick chaka 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 cha. ഇപ്പൊ നീ സുന്ദരിയുടെ പേര് പാട്ട് പാട്. ഓഹോ സുന്ദരി, ആഹാ സുന്ദരി, ഓഹോ സുന്ദരി, ഇതുവരെ നിന്നെ പോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല, അറിയുമോ? എവിടെ തേടിയാലും കിട്ടത്തില്ല, കല്യാണ പയ്യനായി ഞാനിവിടെ. സുന്ദരി, ഓഹോ സുന്ദരി, ആഹാ സുന്ദരി, ആഹാ സുന്ദരി, ആഹാ ആഹാ സുന്ദരി. സുന്ദരി. നെക്സ്റ്റ് സുന്ദരി പാട്ട്. നെക്സ്റ്റ് സുന്ദരി പാട്ട്. സുന്ദരി കണ്ണാരൊരു സേതി சொல்லவா என்னால் நல்ல தேதி நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததின் ஜீவனே சுந்தரி கண்ணாலொரு சேதி சொல்லடா എന്നാലൊരു തേതി. എടാ, നീ അവിടെ എന്തെടുക്കായിരുന്നു? എന്ത് ചെയ്യാനാ മുത്തശ്ശി, ഇപ്പൊ എഴുന്നേറ്റ്. എനിക്കറിയായിരുന്നു ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കില്ലെന്ന്. എന്താ മുത്തശ്ശി, രാവിലെ തന്നെ തുടങ്ങുവാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായില്ലേ, ഇതുവരെ ആയിട്ട് അവക്ക് വിശേഷം ഒന്നും ആയില്ല. അപ്പുറത്തെ വീട്ടിലെ നാഗരാജനില്ലേ, കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അവന്റെ ഭാര്യ ഗർഭിണിയായി. മുത്തശ്ശി, ആ നാഗരാജന് വേറെ ജോലിയില്ലെന്നാ തോന്നുന്നേ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ആ കാര്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ ഇതിനെപ്പറ്റി ആലോചിക്ക. ആ ശരി മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാം. എടാ എടാ അമ്മ ഇട്ടോണ്ട് നടക്കുമ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോഴല്ലേ ഇതിടുന്നതിന്റെ കംഫർട്ട് എന്താന്ന് മനസ്സിലാവുന്നേ. ഈ നൈറ്റിൽ നീ കാണാൻ ഭയങ്കര രസമുണ്ട് സുന്ദരി. ആണല്ലേ? നിന്നെ ലുങ്കിയിൽ കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ട്. മാസാണ് മോളെ. ഹാ? സുന്ദരി, പീരിയഡ്സ് സ്കിപ്പായി വിശ്വ. മുത്തശ്ശി, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. കൃഷ്ണ, പണ്ട് 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 പണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഇത് എപ്പോഴോ നടന്ന ഒരു കഥയല്ല, എപ്പോഴും നടക്കുന്നൊരു കഥയാണ്. 2 പുതിയ ആൾക്കാരെ ഒരു കല്യാണത്തോടെ പരിചയപ്പെടുത്തുന്നു. ഈ കഥ രഹസ്യമായിട്ട് മറിഞ്ഞിരിക്കുന്ന ഒരു പ്രേമത്തിൻ്റെ കഥയാണ്. അത് നമ്മളെ കാണിച്ചു തരുന്നതാണ് ഈ കഥ. പ്രേമം
പറയുന്ന വാക്കുകളിലല്ല ഉണ്ടാവുന്നത്, അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഉള്ളതെന്നാണ് കാണിച്ചു തന്നത്. ഈ കഥ 2 പേരുടെ നടുവിൽ എന്തൊക്കെ മനസ്താപങ്ങൾ ഉണ്ടായാലും മറക്കേണ്ടത് ആ മനസ്താപങ്ങളെ മാത്രമാണ്, അതല്ലാതെ മനുഷ്യന്മാരെ അല്ല എന്ന് ഓർമ്മപ്പെടുത്തി. ഈ കഥയിൽ തെറ്റ് ആര് ചെയ്താലും, തെറ്റായ ഒരടി ആരെടുത്ത് വെച്ചാലും അവർക്ക് തുണയായിട്ട് നിന്ന് അവരെ തിരുത്തിയെടുക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കഥ ഭയവും വിശ്വാസവും കലർന്ന ഒരു കഥയാണ്. അതാണ് ഈ കഥ. അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിലും എങ്ങനെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ കഥ. പറയണമെങ്കിൽ ഇതൊരു കഥയല്ല, കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും നിറവേറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി.